ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് ഒരു മഹാത്ഭുതം നടന്നു. ക്രിസ്തീയതയിലെ ഏറ്റവും വലിയ അത്ഭുതവും വിശ്വാസ രഹസ്യവുമായിരുന്നു അത്. സൃഷ്ടാവ് സൃഷ്ടിയാകുന്ന, സർവശക്തൻ നിസ്സഹായനാകുന്ന, സർവവ്യാപി ഒരു പുൽക്കൂട്ടിൽ ജാതനായ പുണ്യദിനം. ഈ മഹാത്ഭുതത്തെ നാം ക്രിസ്മസ് എന്ന് വിളിക്കുന്നു. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. അപ്പോളോ 15 എന്ന റോക്കറ്റിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തിയ അമേരിക്കക്കാരനായ ജെയിംസ് ഇർവിൻ എന്നയാൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ചന്ദ്രനിലിറങ്ങിയ ഈ സംഭവത്തെ ഒരു മഹാ അത്ഭുതമായി നിങ്ങൾ കാണുന്നെങ്കിൽ, ദൈവം യേശുക്രിസ്തുവിലൂടെ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നത് അതിലേക്കാൾ എത്രയോ വലിയ അത്ഭുതമാണ് എന്ന്. മാനവരക്ഷയ്ക്കായി ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ സർവ്വശക്തിയോടും ചൈതന്യത്തോടും കൂടെ ഈ ലോകത്തിലേക്ക്, മാനവ വംശത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ്. മാനവരക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു ദൈവത്തിൻ്റെ സ്വയം ദാനവും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനവുമാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടി തൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയെയാണ്. ദൈവത്തെക്കാളും ഉപരിയായി ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മ തിരുത്തി: മകളെ, ഈ അമ്മയെപ്പോലും നിനക്ക് നൽകിയ ദൈവത്തെയാണ് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവൾ തുടർന്നു: അമ്മേ, ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക? ദൈവത്തെ കാണുവാനോ ദൈവത്തെ ആശ്ലേഷിക്കുവാനോ ചുംബിക്കുവാനോ ഒന്നും സാധിക്കുകയില്ലല്ലോ. ആദ്യകാലം മുതലേയുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ദാഹവുമാണ് ദൈവത്തോട് ഒന്നായിരിക്കുക എന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: ദൈവമേ, എന്നെ അങ്ങേക്കായി അങ്ങ് സൃഷ്ടിച്ചു. അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഈ അസ്വസ്ഥതയ്ക്കുള്ള ഉത്തരമായാണ് മാനവരക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമ വെടിഞ്ഞ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഇമ്മാനുവേൽ അനുഭവമാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അനുഭവം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും നാം സ്വന്തമാക്കേണ്ട ഒരനുഭവമാണ് ഇമ്മാനുവേൽ അനുഭവം. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇമ്മാനുവേൽ അനുഭവം സ്വന്തമാക്കിയവരെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയരായവരാണ്. ക്രിസ്മസ് രാവിൽ ഇമ്മാനുവേൽ അനുഭവം സ്വന്തമാക്കിയ ആട്ടിടയന്മാർ ശാന്തിയും സമാധാനവും സ്വന്തമാക്കി സ്വഭവനത്തിലേക്ക് മടങ്ങി. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഈ അനുഭവം സ്വന്തമാക്കിയ പൂജ്യരാജാക്കന്മാർ തങ്ങൾ വന്ന വഴിയെ സഞ്ചരിക്കാതെ മറുവഴിയിലൂടെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഇമ്മാനുവേൽ അനുഭവം സ്വന്തമാക്കിയ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. കാഴ്ച ലഭിച്ച അന്ധനായ വ്യക്തി, നായിമിലെ വിധവ, സക്കേവൂസ് എന്നിങ്ങനെ ഒരുപാട് പേർ. സമറായക്കാരി സ്ത്രീയെ വിശ്വാസ പ്രഘോഷകയാക്കിയതും, ശിമയോനെ വിശുദ്ധ പത്രോസാക്കിയതും, സാവൂളിനെ വിശുദ്ധ പൗലോസായി രൂപാന്തരപ്പെടുത്തിയതുമെല്ലാം ഈ ഇമ്മാനുവേൽ അനുഭവം തന്നെയായിരുന്നു. ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ അടയാളമാണ് ഇമ്മാനുവേൽ അനുഭവം. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സുഖദുഃഖങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഇടർച്ചകളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അനുഭവം നാം സ്വന്തമാക്കുന്നു, അപ്പോഴെല്ലാം ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നു. ക്രിസ്തീയ സന്തോഷം, സുവിശേഷത്തിൻ്റെ ആനന്ദം ഇവയൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ഈ ഇമ്മാനുവേൽ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കണം. ബെത്ലഹേമിലെ ശിശു നമുക്ക് നൽകുന്ന ഒരു ക്രിസ്തീയ ഊർജമുണ്ട്. ഈ ഊർജം എന്ന് പറയുന്നത് ഇമ്മാനുവേൽ അനുഭവം നൽകുന്നതാണ്. നമ്മുടെ ഇടർച്ചകളിൽ, പതർച്ചകളിൽ താങ്ങായി, കൂട്ടായി അവൻ ഉണ്ട് എന്ന ബോധ്യം. പുഞ്ചിരിക്കുന്ന ശിശു നമ്മെ നോക്കി നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും സമാധാനമായി ഉണ്ട് എന്ന ഒരു ഉൾക്കാഴ്ച. നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരപ്പനെ പോലെ സ്നേഹിക്കുന്നവനായും, അമ്മയെപ്പോലെ താലോലിക്കുന്നവനായും, കൂടപ്പിറപ്പ് സ്നേഹം നൽകുന്നവനായും അവൻ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്ക് സ്വന്തമാക്കാം. ഈ ക്രിസ്മസ്
നമുക്ക് ഇമ്മാനുവേൽ അനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അത് നമുക്ക് മറ്റുള്ളവർക്കായി പകർന്നേകാം. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, നമ്മെ വിലമതിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഇമ്മാനുവേൽ അനുഭവം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.